ഹലോ ഗൈസ്, വെൽക്കം ടു ഊപ്പൻ സ്ലോഗ്സ്. വണക്കം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം രാത്രി ഇട്ടൊരു വീഡിയോ, നമ്മുടെ ഇനി പേര് തെറ്റി പറയുന്നില്ല, ശ്രീവിദ്യ മുല്ലശ്ശേരി. അപ്പം ആ കുട്ടിയുടെ വീഡിയോ റിയാക്ട് ചെയ്തതിനകത്ത് നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെനിക്കൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. അതിനകത്ത് പാരസൈറ്റാണ്, മറ്റുള്ളവരെ ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തെ, അതുപോലെ തന്നെ പ്രിയ സഹോദരി, നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വിഷമിപ്പിക്കുന്ന വാക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പിന്നെ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ രണ്ടാമത് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് ചിലപ്പോൾ നിങ്ങൾ റിപ്ലൈ തരുമെന്നായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന, ഉറപ്പാണല്ലോ. ബട്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല. എനിവേ കുഴപ്പമില്ല, നിങ്ങൾ ഇനി വേറെ കണ്ടിന്യൂറ്റി തരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ബാക്കി നിങ്ങൾ പറയുന്ന വീഡിയോ ഞാൻ കണ്ടുകൊണ്ട് തന്നെ അതിന് മറുപടി തരാം. വളരെ സഭ്യമായ ഭാഷയിൽ സംസാരിച്ചതിന് നിങ്ങൾ പാരസൈറ്റ് എന്നും മറ്റതും മറിച്ചതുമൊക്കെ പിന്നെ വിറ്റ് തിന്നുന്നവരെന്നും കുറേ അമ്പിജാക്ഷി പ്രയോഗവും പിന്നെ അങ്ങനെ എങ്ങനെയെന്ന് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ബ്രോ തിരുവനന്തപുരത്തുകാരനെന്ന് പറഞ്ഞതുപോലെ ഞാനും തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. പിന്നെ മറുപടികൾ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ നിങ്ങൾ വളരെ മോശമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. നിങ്ങളുടെ ഇന്നിട്ട ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ പോലും നിങ്ങളെ ആ കമൻറ്റ് ബോക്സിൽ ഇന്ന് ഇട്ട വീഡിയോയ്ക്കകത്ത് പോലും ആൾക്കാരൊന്ന് ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇപ്പോഴും എന്താണ് ഓക്കെ കമൻറ്റ്സ് എന്താണ് വീഡിയോ ഇങ്ങനെ ഒരു തമ്മിൽ ഇടുമ്പോൾ ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തന്നെ അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഞാനതിനെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളുടെ സൗകര്യമാണ് ഓരോന്നും. അപ്പോൾ എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ഞാനതിനൊരു മറുപടി ഞാൻ തരികയാണ്. അപ്പം മറുപടി തരാമെന്ന് ഞാൻ പറഞ്ഞ കമൻറ്റിന് അദ്ദേഹം വേറെന്തൊരു റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, ഓ വേണ്ടയോ, വ്യക്തമായ മറുപടി ഞാൻ തരാമെന്ന്. ഓ വേണമെന്നില്ല, സുഹൃത്തിൻ്റെ മറുപടി സുഹൃത്ത് തന്നെ വിറ്റ് നാളത്തേക്ക് അന്നം ആക്കിക്കോളും. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ പുറകെ കൂടി വേറെ സമയം കളയാനില്ല. സുഹൃത്ത് അന്യൻ്റെ കണ്ടൻറ്റ് വിറ്റ് ജീവിച്ചാൽ മതിയല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ശരി, നാട്ടിൽ എവിടെയും വെച്ച് കാണാം. തീർച്ചയായിട്ടും നാട്ടിൽ എവിടെയും വെച്ചല്ല, നിങ്ങളുടെ കടയിൽ വെച്ച് തന്നെ നമുക്ക് കാണാം. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അവിടെ കാണാം. പിന്നെ ജോലി ഇതാണ്, വിറ്റ് നടക്കുന്നതാണ് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സൈബർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം ബ്രോ. ഓക്കെ, ജോലി ഇല്ലാത്ത ഒരാളല്ല, ജോലിയുണ്ട്. ജോലിയുടെ ഇടവേളകളിൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെ കണ്ടന്റുകളൊക്കെ ഈ പുള്ളി പറയുന്നതിന് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വിമർശനത്തിൽ കേൾക്കാം. എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ യൂട്യൂബ് കരിയർ മാത്രം 5 വർഷം. ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ആദ്യം ഇതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണ്, ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല, കാരണം ഇതാണ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടു. അത് 2 ദിവസത്തിന് മുമ്പിട്ട വീഡിയോ ആണ്. ഞാൻ ഇന്നലെ അവിചാരിതമായി കണ്ടു, ഞാൻ അതിന് റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. അതിൽ വളരെ സാഡായിട്ടുള്ളൊരു ഫോട്ടോയും വെച്ചിട്ട് അവരതിൻ്റെ ഉള്ളടക്കം കൊടുത്ത കാര്യങ്ങൾ, അതിൻ്റെ തുടക്കത്തിൽ എന്താ പറയുക, വളരെ സിനിമാറ്റിക് ആയിട്ട് കൊടുത്ത ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല, ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. ഓക്കെ അപ്പം അത് അവരിന്നലെ ചെയ്തതാണ്. അത് ഞാൻ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ട. ഇനി ഞാൻ ഈ വിഷയം സംസാരിച്ച് അവർ എന്നെക്കുറിച്ച് പറയുന്നതിന് മറുപടി പറയാം. ലൈഫിൽ എൻ്റെ കരിയറിൽ യൂട്യൂബ് കരിയർ മാത്രം 5 വർഷമായി. ഈ 5 വർഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണം ഉൾപ്പെടെ ഇവരൊക്കെ പറയുന്ന വിവാദ കല്യാണമായിരുന്നു. ഇതാരാണ് വിവാദമാക്കിയെന്നുള്ളതും ഞാൻ പറയുന്നില്ല. വിവാദ കല്യാണമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ കണ്ടന്റ് ഇപ്പോഴും 84,000 വ്യൂസ് വരും. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് അമ്പുജാക്ഷി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. പുള്ളിക്കാരി ചെയ്ത പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കൈയും മസാല ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് വെക്കുക. സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷനാണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ. ഇത് സംഭവം ഒന്ന് പുള്ളി പറയുന്നത്, നമ്മുടെ വ്യൂസ് എനിക്ക് ഇന്നലെ ഇത്രയും വ്യൂസ് വന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വ്യൂസ് എനിക്ക് വരുന്നതിന് മുമ്പ് ഇവരുടെ 80,000 എന്ന് പറഞ്ഞാൽ അത് 80,000 ഇല്ല, 50,000 താഴെയായിരുന്നു. ഞാൻ അതിനകത്ത് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അംബുജാക്ഷി അമ്മയുടെ കഥ പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യം അവിടെ പോയി പറയുന്നത്, അവിടുത്തെ കാര്യം ഇവിടെ കറക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള അംബുജാക്ഷി അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ടാവാം. നമ്മുടെ നാട്ടിലൊരു ഭാസ്കരൻ അണ്ണ ഉണ്ടായിരുന്നു. ഭാസ്കരൻ അണ്ണൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാസ്കരണ്ണ എന്നും വന്നിരുന്നിട്ട് പബ്ലിക്കിൻ്റെ അവിടെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ വന്നിട്ട് എന്താ പറയുക, ഓരോന്ന് വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്ന ആ ഭാസ്കരണ്ണൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും ആ അണ്ണൻ പറയും, ചുമ്മാ പറഞ്ഞ പറ്റിച്ചേ എന്ന് പറയും.
മനസ്സിലാവുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങേര് പറയും അങ്ങേരുടെ വീട്ടിൻ്റെ അകത്തുള്ള അയാളെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം വീട്ടുകാരെ കുറിച്ചൊക്കെ തന്നെ പബ്ലിക്കായിട്ടൊന്ന് പറയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് പറ്റിച്ചേ ചുമ്മാ പറഞ്ഞതാണ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത് പോകുമ്പോഴാണ് പറയുന്നത് അയാൾ അന്ന് വെട്ടിയ ചക്ക വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ കാണിച്ചത്. മനസ്സിലായത്? ചക്കയും മാങ്ങയൊക്കെ വെട്ടിയിട്ട് അതിനെ കൊണ്ടുവച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ തന്നെ ഇറക്കിക്കൊണ്ട് അനാവശ്യം പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ കിടന്ന് തെറിയും ഒക്കെ പറയുന്ന ഒരു ഭാസ്കരൻ അണ്ണൻ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, സോ ഓക്കെ, ബാക്കി കേൾക്കാം. അനിയനോ ചേച്ചിയോ അനിയത്തിയോ പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾ കണ്ട് ക്ഷമിക്കുക. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യാമിലേക്ക്. അപ്പം ഇന്ന് ആക്ച്വലി നിങ്ങൾക്കറിയാം എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ഞാൻ ഇത്രയും ആൾക്കാർ എന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ഈ റോസ്റ്റ് എന്നുള്ളൊരു വാക്ക് പറയുന്നതിനോട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് റോസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാം. എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായി പറയുന്നു, ഇവരോട് ഇപ്പോഴും ഞാനിത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. അവരുടെ വീഡിയോക്കകത്തിട്ട് തമ്പനയിലോ ടൈറ്റിലോ ഒക്കെ അതിനകത്ത് കാണിക്കുന്നത് അവരുടെ ഒരു ഇമോഷൻസ് അഥവാ അവരുടെ ഫാമിലിക്കകത്ത് എന്തോ സംഭവിച്ചത് തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അതായിക്കോട്ടെ, അവർക്കത് പറയാം, ഭർത്താവ് അടുത്തില്ലാത്തുള്ള കാര്യം. പക്ഷേ അവരതിനെ ആ ഒരു കാര്യത്തിന് തുടച്ച് അതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ ചെയ്തേക്കുന്നത് മറ്റൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ പറയുന്നു മറ്റ് യൂട്യൂബേഴ്സ് എല്ലാം ഇതുപോലെ റിയാക്ട് ചെയ്തവരെല്ലാവരും അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു സാധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആൾക്കാരത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സാധനത്തിനെ വാങ്ങിപ്പിക്കുക, ആ ഇൻ്റഗ്രേഷൻ പാർട്ട് എന്നുള്ള സംഭവം കണ്ടിട്ട് ആൾക്കാരിത് പൈസ കൊടുത്ത് വാങ്ങുക, അതിൽ നിന്ന് ഇവർക്ക് കിട്ടും, ഇവർക്കല്ല കമ്പനിക്ക് ഇത് കിട്ടും, ഇവർക്ക് അതിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് ഇവർക്ക് കിട്ടുകയും ചെയ്യും. അവരുടെ ആ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ആ ഒരു ടൈറ്റിൽ അങ്ങനെ കൊടുക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? യൂട്യൂബ് കരിയർ മാത്രം 5 വർഷമായി. ഈ 5 വർഷത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നേരെ എൻ്റെ കല്യാണം ഉൾപ്പെടെ ഇവരൊക്കെ പറയുന്ന വിവാദ കല്യാണമായിരുന്നു. ഇതാരാണ് വിവാദമാക്കിയെന്നുള്ളതും ഞാൻ പറയുന്നില്ല. വിവാദ കല്യാണം. ഈ വിവാദത്തിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയെക്കുറിച്ച് ഞാൻ എന്തായിരുന്നാലും ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എൻ്റെ തലയ്ക്കകത്തതില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഞാനും നന്ദു ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചേട്ടൻ പറ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ? ഞാനും നന്ദും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല, ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്? പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ അതിനേക്കാൾ സൂപ്പറായിട്ട് തമിഴിൽ ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു ടീമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നു ഞങ്ങളൊരു ഇതന്നെ ഇട്ടാൽ പോയായിരുന്നു. ഈ ഇദ്ദേഹം അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞു, വളരെ സന്തോഷം സഹോദര. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എൻ്റെ പേരെടുത്ത് തന്നെ മൂപ്പൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നു, അതിന് വളരെ സന്തോഷം. പിന്നെ തമ്പനയിലെ മിസ്ലീഡ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആ സമയത്ത് കിടന്ന കമൻറ്റുകളാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അഥവാ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടതിന് ശേഷം മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഇത് നാട്ടുകാരോട് എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ട് പറയുന്നത്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റുകളെ ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്തത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ്, അല്ല ഞാനായിട്ട് അവിടെ ഇട്ട കമൻറ്റുകളല്ല. അതും ഞാൻ ഇന്നലെയാണ് ഇത് റിയാക്ട് ചെയ്തതെങ്കിൽ മെനഞ്ഞാന്ന് മുതലേ ആ കിടക്കുന്ന കമൻറ്റുകളല്ലേ ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഞാനാണോ ഈ ഒരു കാര്യം പറഞ്ഞത്? അതിനകത്ത് തന്നെ കിടന്നൊരു സംഭവമാണ് ഹാഷ്ടാഗിൻ്റെ അകത്ത് അടക്കം നിങ്ങൾ ബ്രേക്കപ്പ് എന്നുള്ള സംഭവം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇൻറ്റൻഷനലി നിങ്ങൾ ഈ ഒരു കാര്യം മറ്റ് പബ്ലിക് ഇത് എങ്ങനെ നോക്കിക്കാണുമെന്ന് കാര്യം മനസ്സിലാക്കാത്ത ആൾക്കാരുമല്ല. ഇപ്പോഴിരുന്ന് നിങ്ങളിത് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇതാണെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ അതിനകത്ത് ഞാൻ വാശി പിടിക്കുന്നില്ല നിങ്ങളിങ്ങനെ പറയണമെന്ന്. സോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എഗ്രി ചെയ്യുന്നു. ബട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സാധനം മറ്റ് പല ചാനലുകളിലും വന്ന് കണ്ട് അതിന് ശേഷം നിങ്ങളുടെ ചാനലൊന്ന് നോക്കി ആ കമൻറ്റ് ബോക്സും കണ്ടപ്പോഴാണ് എനിക്ക് ആ വ്യക്തത നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. അല്ല ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് നിങ്ങളെ പുറകെ നടന്ന് ഞാൻ ഈ വീഡിയോ ചെയ്ത ആളല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്ത് ക്ഷമ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാനല്ല. ഓക്കെ, ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ആവശ്യം നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ചിഹ്നങ്ങളായിരുന്നു ഞാനും നന്ദുവും ഇത് മാനിപ്പുലേറ്റഡ് തന്നെയാണ്. എൻ്റെ ചാനലിലെ തമ്പനയിലിനെ കുറിച്ചൊക്കെ പുറകെ പറയുന്നുണ്ട്, അത് നമുക്ക് സംസാരിക്കാം. ബട്ട് നിങ്ങളത് ചെയ്തേക്കുന്നത് മാനിപ്പുലേഷൻ തന്നെയാണ്. ഓക്കെ, അത് ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണത്. ബട്ട് നിങ്ങൾ ആ ഒരു സംഭവത്തിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത് മറ്റൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഈ ഒരു കാര്യം കോലാഹലം കാണിച്ചതെങ്കിൽ അത് മോശമായി പോയി എന്നേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫോട്ടോ റിസപ്ഷൻ എനിക്കറിയാം ചേട്ടാ, പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. ഇതുവരെ എൻ്റെ യൂട്യൂബിൻ്റെ കരിയറിൽ എൻ്റെ ഓർമ്മയിൽ ഞാനത് ചെയ്തിട്ടില്ല. ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത സമയത്ത് പോലും ഞാനൊരു ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എഡിറ്റിംഗ്, ഇതേപോലെ തമ്മനയിൽ, ആ കാര്യങ്ങളൊക്കെ എനിക്കൊരു ടീമുണ്ട്. അപ്പം അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇട്ടാൽ പോരെ? ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇന്നിടണം. ഇല്ല, ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ പേരുന്ന ശരത് പരമേശ്വർ. ഈ ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തമ്മിൽ മാറ്റിയിട്ട് തൻ്റെ വ്യൂസിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം മൂപ്പൻസ് വ്ലോഗ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? 302 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 302 വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തമ്മിലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്മിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിനകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് 5 ഞാൻ വായിച്ചത് എന്താണ് ഈ ഓക്കെ ശ്രീ മുങ്ങി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തമ്മിൽ ഭാര്യ മുകേഷ് ചേട്ടാ. എന്തായത്
ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബാലപ്പെട്ടു, മൊണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തമ്മിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് പറയാറില്ല, ഇത് കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ. ഇനി സഹോദരൻ അറിയാത്തതുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്ന അറിയത്തില്ല, എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ തമ്പനെയിൽ യൂസ് ചെയ്യാറില്ല. തമ്പനെയിൽ മീൻസ് വാട്ട്? നമ്മൾ ആ തമ്പനെയിൽ എന്ന് പറയുമ്പോൾ ഈ ക്ലിക്ക് ബൈറ്റ് എന്നുള്ള സാധനം, അതായത് നമ്മൾ ക്യാപ്ഷനിങ് എന്നുള്ള സാധനം കൂടെ ചേർന്ന് വരുമ്പോഴാണ് തമ്പനെയിൽ വരുന്നത്. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടൈറ്റിലിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ എന്താണ് മറ്റേ മൊണാലിസയുമായിട്ട് മുങ്ങിയത്, ആ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല. ബട്ട് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് കണ്ട കാര്യവും നിങ്ങൾ തമ്പനെയിൽ വെച്ച കാര്യം തമ്മിൽ ഡിഫറൻ്റ് ആണ്. അത് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയണമെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി വെറുതെ എഴുതി വെച്ചതാണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കണം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേണം പറയാൻ. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എലിസബത്തിൻ്റെ വീഡിയോ, വാലയുടെ വീഡിയോ, വിഷയങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ മറ്റേ കുറേ അധികം മോശമായിട്ടുള്ള രീതിയിലേക്കാണ് നിങ്ങളുടെ വാക്കുകളൊക്കെ വരുന്നത്. ബട്ട് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ കാര്യം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് കുറച്ച് ആൾക്കാരും അവർക്ക് സപ്പോർട്ട് വേണമെന്നുള്ള രീതിയിൽ താഴെ ഇന്നലെ എലിസബത്ത് വരെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം അടക്കം ഡിവോഴ്സ് എന്നുള്ള സംഭവം സൈബർ മീഡിയക്കകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് പരന്ന സമയത്ത് വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹം നേരിട്ട് വിളിച്ച് ആ ദമ്പതികളും എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ആ കമൻറ്റ് ഇപ്പോഴും അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയക്കകത്ത് റിയാക്ട് ചെയ്യുന്ന ഒരാൾക്കാരും ഈ പറഞ്ഞ കണക്കിന് വെറുതെ ചുമ്മാ നടന്നുകൊണ്ട് വീഡിയോ റിയാക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയൊന്നും സഹോദരന് വേണ്ട. ബിക്കോസ് അതിനകത്ത് സോഷ്യൽ മീഡിയക്കകത്തുള്ള കോണ്ടന്റിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും റിയാക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നതിന് എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ ആ ടൈറ്റിൽ ഞാൻ തമ്പനെയിൽ എന്നുള്ള സാധനം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിനകത്ത് ഫോട്ടോസ് മാത്രമാണ് വെച്ചേക്കുന്നത്. അതിന് നിങ്ങൾ തമ്പനെയിലായിട്ട് കാണാം, പക്ഷേ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ തമ്പനെയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടൈറ്റിലും അത് തന്നെയാണ്. ബട്ട് ഞാൻ ടൈറ്റിൽ ഇട്ടേക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും പ്ലേ ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോയും ആ ഒരു വിഷയവും തമ്മിൽ യാതൊരു ബന്ധമില്ല എങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ആ വീഡിയോയ്ക്കകത്തുള്ള ഉള്ളടക്കം, അത് ഇപ്പോൾ എന്നെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയൂ, ആ വീഡിയോയ്ക്കകത്തുള്ള ഉള്ളടക്കമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടൈറ്റിലാണോ ഞാൻ എടുത്തത്, തമ്പനെയിലല്ല ടൈറ്റിൽ. ഓക്കെ, ഇദ്ദേഹത്തിന് ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് മൊണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി കൊന്നത്, വമ്പൻ ട്വിസ്റ്റ്, എലിസബത്ത് രംഗത്ത്. സത്യം അതല്ലേ? നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ? രേണു കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയെ പറ്റിയിട്ടാണ്. നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ? നാണമില്ലേ ഇങ്ങനെ ചെയ്യാനെന്ന് പറഞ്ഞപ്പം കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യയെ കുറിച്ചാണെന്ന് ഇദ്ദേഹം പറഞ്ഞു, കൈ കഴുകി പോകുന്നു. അതിനകത്ത് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് പ്ലേ ചെയ്യണം. ആ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിനകത്ത് വന്ന സമയത്ത് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ ഇട്ടൊരു കമൻറ്റ് ഉണ്ട്. ആ കമൻറ്റ് ഇപ്പോഴും അവിടെ നമ്മുടെ ഇദ്ദേഹം ദാസേട്ടൻ കോഴിക്കോട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റിൻ്റെ അകത്ത് ഏതാണ്ട് 5000-ഓളം ആൾക്കാർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിട്ട് ഒരു അയാളത് ഇത് ചെയ്യുന്നു. ഒരു സ്ത്രീയെ പബ്ലിക്കിൻ്റെ മുമ്പിലിട്ട് എല്ലാവരും കൂടിയിട്ട് വേട്ടയാടുന്നത് കണ്ടിട്ട് സഹിക്കാതെ ഞാനിട്ട കമൻറ്റാണ് അവിടെ കിടക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. നാണമില്ലേ ഇങ്ങനെ ചെയ്യാനെന്ന് പറഞ്ഞ് സൈബർ തെമ്മാടി കൂട്ടത്തിനെതിരെ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങളത് പ്ലേ പോലും ചെയ്യാതെ അത് ഞാൻ അവരെ പറഞ്ഞു എന്നുള്ള കാര്യം അവരെ കുറിച്ചാണെന്ന് പറഞ്ഞു. അതിനകത്ത് അവരും, അഥവാ നിങ്ങൾ ഈ പറഞ്ഞ രേണു സുധി എന്ന് പറയുന്ന അവരും ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനാണ് അനിയ വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്നത്? അറ്റ്ലീസ്റ്റ് നീ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇത് നോക്കാതെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ എയറിലുള്ള കാര്യങ്ങൾ എടുത്ത് തോന്നിയ പോലെ അങ്ങ് ടൈറ്റിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് പറ. റാണിയൊക്കെ ജയിലിലേക്ക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനും അദ്ദേഹത്തിന്റെ തമ്മിലും. അപ്പോൾ ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിൽ അറിഞ്ഞാൽ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാസ്തവം, അല്ലെങ്കിൽ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ തമ്മിൽ കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പഴിചാരാൻ പോവുക. ഇതൊക്കെയാണ് പുള്ളി ഇരുന്ന തമ്മിലുകൾ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വേറെ കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ വന്നു, ഇതിന്റെ കൂടെ ചറവറ 2-3 പേരുടെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഇത് ലൈഫ് ഓഫ് അനന്തു അങ്ങനെ പറഞ്ഞ 2-3 പേരുടെ വീഡിയോ വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസ് ആണ്. 1,57,000 വ്യൂസ് ആണ് പുള്ളിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ കണ്ടന്റ് ഇപ്പോഴും 84,000 വ്യൂസ് ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കി? ഓക്കെ, ഞാൻ വിറ്റ് പൈസ ഉണ്ടാക്കിയതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഒരു വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നടക്കുന്നുണ്ട് സഹോദരി. ആ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാരുടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഒരു ലേഡി വാങ്ങുകയും അവരൊരു വ്ളോഗറാണ്, ഇൻഫ്ലുവൻസറാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ തട്ടിപ്പിൻ്റെ സംഭവം പ്രമുഖ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തട്ടിപ്പ് നടന്നതിന് ശേഷം അവർ അതിനെ മാറ്റി പറഞ്ഞിരിക്കുകയാണ്, അവരെ പറ്റിച്ചു, മറ്റുള്ളവർ പറ്റിച്ചു എന്ന്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനാണല്ലോ നിങ്ങൾ ഈ വീഡിയോ ഇട്ടത്. ആ പ്രോഡക്റ്റ് പ്രൊമോഷൻ്റെ സംഭവത്തിന് ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലായിരിക്കും, മേ ബി കണ്ടിട്ടില്ലായിരിക്കും, ഇല്ലെങ്കിൽ ഇതിന് ശേഷം നോക്കുക. ആ ഒരു നിങ്ങൾ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തതിനകത്ത് എന്തെങ്കിലും ആൾക്കാർക്ക് ഇച്ചിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ചുമ്മാ ഗൂഗിളിൽ നോക്കിയാലും അത് സാധാരണ ഇതിൽ ചില ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ബ്ലൈൻഡായിട്ട് കേട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയായിരിക്കും സംസാരിക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലപ്പുറം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ പ്രോഡക്റ്റുകളുടെ ഇഷ്ടംപോലെ പൈസ കിട്ടുമ്പോൾ അതിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ബ്ലൈൻഡായിട്ട് വാങ്ങുന്ന ആൾക്കാരോടൊന്ന് ആലോചിച്ചിട്ട് ചെയ്യൂ എന്ന് പറയുന്നിടത്ത് എവിടെയാണാവോ ഒരു പ്രോബ്ലം ഉള്ളത്? ഓക്കെ.
മണിക്കൂറിൽ 1,57,000 വ്യൂസ് ആയിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഈ 1,50,000 വ്യൂസ് കിട്ടിയതും പിന്നെ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ ഈ വ്യൂസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി നോക്കിയിട്ടോ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറയാത്ത ആളാണ്. ഞാൻ പണ്ട് എന്തോ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്ത് അങ്ങനെ ഇതാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്ന ആളല്ല. ഓക്കെ, എൻ്റെ ഒരു പാഷനാണ് വീഡിയോ ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടമാണ്. പാട്ട് പാടുന്ന പോലെ, എഴുതുന്നത് പോലെ എനിക്കിഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. അത് എനിക്ക് മൂഡ് വരുന്ന സമയങ്ങളിൽ കുറച്ച് നാൾ ചെയ്യും, പിന്നെ ഞാൻ കുറേ നാൾ ഗ്യാപ്പ് വരും. ഇപ്പോഴാണ് കുറച്ച് നാൾ കൊണ്ട്, വെറും ഒരു 10-15 ദിവസം കൊണ്ട് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത്. അല്ല ഡെയിലി ബ്രോ പറയുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിയിരുന്ന് വീഡിയോ ഇടാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് 7 വർഷത്തിൽ കൂടുതലായി. 7 വർഷമാവും. അത്രയും വർഷം കൊണ്ട് എൻ്റെ ചാനലിൽ എത്രമാത്രം വീഡിയോസ് വരേണ്ടതാണ്. ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനം ചെയ്യാതെ ചെറിയ ക്യാമറ വിളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളി കിട്ടി 1,57,000 വ്യൂസ്. ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് 84,000 വ്യൂസും ഏകദേശം 10-300 അൺസബ്സ്ക്രൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 84,000 വ്യൂസ് എന്ന് നിങ്ങൾ പറയുന്നു. ഈ 84,000 വ്യൂസ് ഇല്ലായിരുന്നു. ഞാൻ വന്ന് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് 50,000-ന് താഴെയാണ് വ്യൂസ് ഉള്ളത്. അതെൻ്റെ വീഡിയോ കണ്ടറിയാം, അതിനകത്ത് കാണുന്നുണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ള വ്യൂസ്. അപ്പം അതിനുശേഷം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ആ വ്യൂസ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഓക്കെ, ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല. ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞാൽ ഒരു വിഷമമില്ല. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അവർ പോകത്തില്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള കമന്റ്സ് ഉണ്ട്. പുള്ളി വായിച്ച നെഗറ്റീവ് കമന്റ്സിൽ പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. ചേച്ചി ചേട്ടാ അതിൽ സാരമില്ല, ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറച്ച് ആളായിട്ട് അറിയാവുള്ളൂ. ഇദ്ദേഹത്തിന് ശ്രീവിദ്യനെ വർഷങ്ങളായിട്ട് അറിയാവുന്നവർ അവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവരെന്തായാലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകത്തില്ല എന്ന് പറയും. കാരണം ഇതിൻ്റെ അകത്തുള്ള ന്യായമായ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1,57,000 വ്യൂസ് കിട്ടി പുള്ളി മുന്നോട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് ഏകദേശം 335K ആയിരുന്നു ഇന്നലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് പുള്ളി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് അതിന് 336,000 സബ്സ്ക്രൈബേഴ്സ് പുള്ളി ഞങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ ശ്രീവിദ്യയുടെ കണ്ടന്റ് എൻ്റെ പേര് ഒരു വലിയ വെച്ചിട്ടുണ്ടാണ്. ഈ 335 നിന്ന് 336 ആയത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹവും നമ്മുടെ എന്താ പറയുക ശ്രീവിദ്യ മുല്ലശ്ശേരി കനിഞ്ഞുകൊണ്ടെന്നാണ് അവർ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ 100K കഴിഞ്ഞിട്ട് പ്ലേ ബട്ടർ എന്നുള്ള സാധനം പോലും വാങ്ങാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതുണ്ടാക്കി പുള്ളിക്ക് ഏകദേശം ഒരു 1,000-ഓളം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1,00,000 വ്യൂസും കിട്ടി. ഇപ്പോൾ ഇതിൽ ആർക്കായിരിക്കും പേയ്മെന്റ് കൂടുതൽ കിട്ടുന്നത് പുള്ളി എടുത്ത് പറഞ്ഞാൽ 1,00,000 രൂപയോളം പുള്ളിക്കാരി കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഈ 1,57,000 വ്യൂസിന് പുള്ളിക്കാരൻ എങ്ങനെ പോയാലും ഒരു 10,000 രൂപ 7,000 രൂപ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അതേസമയം മറ്റേ 886K വ്യൂസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഊഹിച്ചെടുക്കാമല്ലോ നിങ്ങൾക്ക്. 86K വ്യൂസിന്റെ കേസ് ഇവിടെ ആ പ്രൊമോഷൻ ആഡ് ഇതിനകത്ത് എന്തായിരുന്നാലും ആ വീഡിയോ റീച്ച് ആയല്ലോ. ആ വീഡിയോക്കകത്തുള്ള ആ പ്രൊമോഷൻ എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? അതൊന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഈ പറയുന്ന നിങ്ങളെ ഭയങ്കര ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന പ്രേക്ഷകരെന്ന് പറയുന്ന അവരുടെ മുമ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ടെങ്കിലും ഇവിടെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുമോ? എത്ര രൂപയാണെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു ചേട്ടാ, നമ്മളെ വീണ്ടും ഒരുമിപ്പിച്ച് കൂടെ ഒരുമിച്ചല്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ തന്നെ പറഞ്ഞു ഒരുമിച്ചല്ല എന്ന്. ഇപ്പം നിങ്ങൾ ഒരുമിപ്പിച്ചത് ഞാനാണത്രേ. അപ്പം എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു. ടെൻഷനാവും ഇങ്ങനെ നെഗറ്റീവ്സ്. ഞാൻ ഒട്ടും ഈ ഒരു ലൈഫിൽ ആ ഒരു സ്റ്റേജിലേക്കാണ് ഞാൻ നെഗറ്റിവിറ്റീസ് എടുക്കാറില്ല. ഞാൻ പിന്നെ കഴിഞ്ഞോ ഇല്ല, ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത്. കാരണം കുറെ നാളായിട്ട് യൂട്യൂബിലെ കാര്യങ്ങളും യൂട്യൂബിലെ പല കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അധിക പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നസ്സായിട്ടോ അല്പം ഓവർ സ്മാർട്ട്നസും. ബ്രോ, ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് വളരെ മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരു ദേഷ്യമല്ല. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വന്ന് കാലുകുത്തുന്നത് നേരെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വരുന്നത് ഈസ്റ്റ് കോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ മണക്കാട് ആ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. നമ്മൾ അവിടെ വെച്ച് കാണുകയും ചെയ്യും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അതിനെ വേറെ സെൻസിൽ എടുക്കണ്ട. അതിപ്രശ്നമായാലും പ്രശ്നമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇന്ന സാധനങ്ങൾ പുള്ളി ഞങ്ങളെ വിറ്റിട്ട് നേടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുന്നത്? ഞങ്ങളാണോ? അതായത് 5 വർഷമായിട്ട് പുള്ളിക്കാരി ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അറിയാണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളെ അഥവാ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പൊട്ടന്മാരാക്കുന്നുവെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പറയും. അങ്ങനെ ദുരുദ്ദേശത്തോടെ അല്ലാതെ പറ്റിപ്പോയ ഒരു സാധനത്തിലൂടെ ഞങ്ങളാണോ അല്ല ശ്രീവിദ്യയാണോ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത്? അതോ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ കണ്ടവരുടെ കോണ്ടന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് അമ്പുജാക്ഷി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. പുള്ളിക്കാരിക്ക് ഇതാ പരിപാടി. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കൈയും മസാല ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് വെക്കുക. സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷനാണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ. അത് കണ്ടവരുടെ കോണ്ടന്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ കണ്ടവരുടെ ജീവിതത്തിൻ്റെ അകത്ത് പോയി അവിടെ കിടക്കുന്നതിനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് പൊടിക്കും തൊമ്മലുമായിട്ട് അതിനെ കൊണ്ടുപോയി. അതെ, നമ്മുടെ ഈ പപ്പുച്ചേട്ടൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അതായത് ഈ കണ്ടവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഭയങ്കര വാചാലനാവുന്ന അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത്, നിങ്ങളെ കാണുന്ന ആരാധകരെന്ന് പറയുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നവരോട് വളരെ ബ്ലൈൻഡായിട്ട് ഒന്ന് ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു കാര്യം അവരോട് ചെയ്യുന്ന വളരെ സേവന മനോഭാവത്തോടാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ?
അതുപോലെ തന്നെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള കാര്യം മറ്റുള്ളവർ ആരും പറയാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യം സ്വന്തം കുടുംബകാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുക. ഞാനും കുടുംബവും 2 കുട്ടികളൊക്കെ ഉള്ള ആൾ തന്നെയാണ് സഹോദര. എൻ്റെ കമൻറ്റ് എൻ്റെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബമായിട്ട് ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള തോന്നിക്കുന്ന രീതിയിലോ ടൈറ്റിലോ തമ്മിൽ ഇന്നേ വരെ ഇട്ടിട്ടില്ല. എൻ്റെ അമ്മയുമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫാമിലിയുമായിട്ടുള്ള വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ തമ്മിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുമില്ല. അല്ലാതെ എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ ചോദ്യം ചെയ്ത് ഞാനുമല്ല, നിങ്ങൾ ഈ ഭയങ്കരമായിട്ട് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ചോദ്യം ചെയ്തത്. ആ ഒരു സാധനത്തിനാണ് ഞാൻ റിയാക്ട് ചെയ്തത്, അല്ല ഞാനല്ല ആദ്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വിറ്റ് കാശുണ്ടാക്കുന്നു. ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരാണോ സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത്, അത് ഇദ്ദേഹം ശ്രീവിദ്യയാണോ പറ്റിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വീണ്ടും അത് പറയാം, പുള്ളിക്കാരിക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞെന്നോ പോലെ. ഒരുമിച്ചില്ല എന്നുള്ള കാര്യം മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ ആ വീഡിയോ വീണ്ടും കണ്ടിട്ട് നിങ്ങൾ ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ കണ്ടിട്ടൊക്കെ പറഞ്ഞു. ഡിവോഴ്സ് ആയിരുന്നു അങ്ങനെ കല്യാണ ഫോട്ടോ അവിടെ വയ്ക്കുക. എനിക്കറിയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന ഡയറക്റ്റ് വ്യൂഷിപ്പ് കിട്ടുമെന്ന് എനിക്കറിയാം. എൻ്റെ കല്യാണത്തിന്റെ വീഡിയോ എനിക്കൊരു സീരിയസ് ആയിട്ട് ഇറക്കായിരുന്നു. എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കണ്ടു, എനിക്ക് പൈസ ഉണ്ടാക്കായിരുന്നു. ഈ പറയുന്ന ഇതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. അതിലും എനിക്ക് ബ്രാൻഡ് ഇന്റഗ്രേഷനും കേട്ടായിരുന്നു. ബിഫോർ ദാറ്റ് പിന്നെ ബ്രാൻഡ് ഇന്റഗ്രേഷൻ്റെ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇഷ്ടംപോലെ ബ്രാൻഡ് പ്രൊമോഷൻസ് വരാറുണ്ട്, ഞാൻ ചെയ്യാറില്ലെന്ന്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചേട്ടന് ഇത്രയും ബ്രാൻഡ് പ്രൊമോഷൻസ് വരുമെങ്കിൽ പെൺകുട്ടി യൂട്യൂബർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്ന ഒരാളായ എനിക്ക് എന്തോരം ബ്രാൻഡ്സ് എത്ര ആൾക്കാർ എന്നെ കൊളാബറേഷന് വേണ്ടിയിട്ട് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചേട്ടൻ ചിന്തിച്ചൂടെ? അതിനെ നമ്മൾ ചെയ്യുന്നത് ഫിൽട്ടർ ചെയ്തിട്ടാണ്. അതന്നെ. അപ്പം ഇതിൽ ഇദ്ദേഹം പറയുന്ന ശ്രീവിദ്യ ഈ പറഞ്ഞ കോണ്ടന്റിൽ ഈ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെർമാക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ്. ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ ഡെർമയുടെ ആ ഒരു പ്രോഡക്റ്റിന് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലെന്നാണോ? അതിനകത്തുള്ള കോണ്ടന്റിന് ആണല്ലോ ഇത് വരുന്നത്, കോണ്ടന്റ് ആണല്ലോ മെയിനായിട്ട് വരുന്നത്. കാരണം ഫാർമ ഫീൽഡ് കുറച്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 3-4 വർഷം, അതും MNC കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് സൈഡ് എഫക്റ്റ് ഇല്ലെന്നാണോ? കോസ്മെറ്റിക് ബ്രാൻഡ്സ് ഏതാണ് അല്ലെങ്കിൽ കമ്പനി ഏതാണ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് കോസ്മെറ്റിക് ബ്രാൻഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന കുറച്ച് പേരുകളുണ്ട്. ഫസ്റ്റ് വരുന്ന ലാക്മെ, ലോറിയൽ, ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ 3ാമത് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്തു തരാറുള്ളത്. വേറെ പല ബ്രാൻഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറില്ല. ഞാൻ തന്നെയാണ് ഇപ്പം ബിസിനസ് കൊമേഴ്ഷ്യൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇന്റഗ്രേഷൻ എൻക്വയറി വരുമ്പോൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്. ഡെർമാക്കോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു 3ാമത്തെ ഗൂഗിൾ തന്നെയാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, സൈഡിൽ കാണിക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ നോക്കാം. പുള്ളി പറയുന്ന പോലെ കിഡ്നിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ എനിക്ക് എല്ലാവരും ഒരു 10 8 പേര് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്. പ്രോ ഒരു കാര്യം ചെയ്താൽ മതി. ഇതോടൊപ്പം തന്നെ നോവോ നോഡിസ്ക് എന്ന് പറയുന്ന വേൾഡിൽ നമ്പർ 1 ഹ്യൂമൻ മിക്സ്ചർ അടക്കമുള്ള ഇൻസുലിൻ വിൽക്കുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കാം, നോവോ നോഡിസ്ക്, ഡെൻമാർക്ക് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ മെർക്ക് എന്നുള്ളൊരു കമ്പനിയുണ്ട്, അത് അമേരിക്കൻ ബേസ്ഡ് ആണ്. ഈ 2 കമ്പനി സെർച്ച് ചെയ്ത് നോക്കാം. ഈ 2 കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാഗ്മേ ചെയ്തിട്ടുണ്ട്, ലോറിയൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി ഡെർമാക്കോയുടെ ഇന്ന സെറം യൂസ് ചെയ്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ തന്നെ ഒന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ഞാൻ ഇത് ഈ ചേട്ടൻ പറയുന്നത് പിന്നെ ഈ കിഡ്നി അടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ചേട്ടൻ പറയുന്നില്ലേ. ചേട്ടൻ നമ്മളൊരു പ്രൊഡക്റ്റ് ഇതേപോലെ നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നിട്ട് പേഴ്സണലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന മെസ്സേജ് ചേച്ചി ഇത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ. ഞാൻ പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഈ പ്രൊഡക്റ്റ് ഇന്റഗ്രേഷന് വേണ്ടി ഇവർ നമുക്ക് അയച്ചു തരും. കുറച്ച് മുന്നേ ആണ് ഇത് അയച്ചു തരിക. ഇപ്പോൾ ഞാൻ അയച്ചു തരുന്നുണ്ട്, അവരുടെ എല്ലാ പ്രൊഡക്റ്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഫേസ് വാഷ് ഉണ്ടാവും, മോയ്സ്ചറൈസർ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ പോലെ ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇന്റഗ്രേഷൻ വന്നു ഈ പ്രൊഡക്റ്റ് എടുക്കും പഠിക്കും ഇങ്ങനെയല്ല നമ്മളത് ചെയ്യുന്നത്. വൈരവേ അതുപോലെ വെളുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, മോയ്സ്ചറൈസർ വെളുക്കാൻ വേണ്ടിയിട്ടാണ്, മോയ്സ്ചറൈസറും സെറം ഇതൊന്നും വെളുക്കാൻ വേണ്ടിയില്ല, മുഖത്തുള്ള പിമ്പിളും ആക്നെയും മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സമയമില്ലല്ലോ പുള്ളിക്ക് ഒരു സാധനം കിട്ടി അത്രയും പെട്ടെന്ന് അതിനിടയിൽ പേര് പോലും ശ്രദ്ധിക്കുന്നില്ല. അല്ല, ഇത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് പറയാനുമുള്ള സമയമൊന്നും അതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളുടെ വീഡിയോ കണ്ടുവന്ന സമയത്ത് ആ വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനൊരു പ്രൊമോഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം ഓക്കെ എനിക്ക് പോട്ടെ, ആ ഒരു സാധനം ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് സംസാരിക്കണമെന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ തന്നെ അതിന് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്നല്ല, ആ ഒരു സാധനത്തിനുള്ള ചില സൈഡ് എഫക്ട്സും ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇച്ചസും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമായിരുന്നു. അത് ഇന്നലെ തന്നെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടെ ആൾക്കാർക്ക് അത് എഡ്യൂക്കേറ്റഡ് ആവുമായിരുന്നു ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അത് ഞാൻ പറയാം. ചേട്ടൻ തുടങ്ങിയത് ശ്രീവിദ്യ മുല്ലശ്ശേരിന്നാണെങ്കിലും ചേട്ടൻ ഒരു കണ്ടന്റ് ചെയ്യാം. ചേട്ടൻ ഒരു കണ്ടന്റ് ഇത് ചേട്ടന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള കമ്മിറ്റ്മെന്റ് ആണ്. എന്നെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾ ആദ്യം പറയേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് അങ്ങനെ താങ്ക് യു സോ മച്ച്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന മൊത്തം ശ്രീദേവിനെ കുറിച്ചാണ്. എന്നെ കുറിച്ച് ഈ ശ്രീദേവിയായിട്ട് മാറിപ്പോയി. ഞാൻ അതിനെ ഇപ്പോഴും ക്ഷമ ചോദിക്കുന്നു. ഈ കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്, സംസാരിച്ച് വന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. അത് ഞാൻ ഹൃദയത്തിൽ തട്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആ ഒരു സംഭവം എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. കാരണം അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ പേര് മാറിപ്പോയി. സോ ഞാനത് ആ വീഡിയോയിൽ തന്നെ ഞാൻ ഒരിക്കൽ കൂടെ അത് പറഞ്ഞു വന്ന സമയത്ത് അയ്യോ ഞാൻ മാറി പറഞ്ഞാണെന്ന് ഞാൻ ആ വീട്ടിൽ തന്നെ തിരുത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ വീഡിയോയിൽ ഇദ്ദേഹം എൻ്റെ പേര് മാറ്റിയിട്ട് അദ്ദേഹം വേറെ അപ്പൂപ്പൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
അദ്ദേഹം ഇതിൽ പറയുന്നൊരു കാര്യം, വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നീടല്ലേ ചെയ്യുന്നത്, ലൈവ് അല്ലല്ലോ, അത് എഡിറ്റ് ചെയ്ത് മാറ്റാമല്ലോ. പക്ഷേ ഇവരിതിനകത്ത് എൻ്റെ പേര് വീണ്ടും ഇതിനകത്ത് ഇതേ വീഡിയോക്കകത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോക്കകത്ത് അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ, അപ്പൂപ്പൻ മൂപ്പനൊന്നും നോ ഇഷ്യൂസ്, കുഴപ്പമൊന്നുമില്ല. എന്നെ കുറിച്ച് സംസാരിക്കാം. അതെ, ശ്രീവിദ്യ അതിന്റെ പേരാണ്. നിങ്ങളോട് കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങളത് വ്യൂവേഴ്സിലേക്ക് നിങ്ങൾ അത് കറക്റ്റായിട്ട് പറയണം. ശ്രീവിദ്യ വിളിച്ചിട്ട് ശ്രീവിദ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അങ്ങനെ തന്നെ പറയണം ചേട്ടാ. അത് ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഞാൻ ആങ്കറിംഗ് കൂടെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഇതാണ് എഡിറ്റ് ചെയ്യാം. ലൈവ് സ്റ്റേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് ചേട്ടൻ എഡിറ്റ് ചെയ്യാം. ഈ ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ശ്രീദേവി എന്ന് പറയുമ്പോൾ എന്റെ പേര് അതാണ്. എന്റെ പേര് എന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് ചേട്ടൻ സംസാരിക്കണം. അതും ഈ പറയുന്ന കമ്മിറ്റ്മെന്റിൽ പെടുന്ന ഒരു കാര്യമാണ്. പഠിക്കാൻ എന്താണ് കാര്യം അറിയണം, അല്ലാതെ ഈ ഡെർമാക്കോ എന്താണെന്ന് അന്വേഷിക്കണം, അല്ലാതെ നേരെ വന്നിട്ട് അങ്ങ് പറയാൻ കിഡ്നി അടിച്ച് പോകും, അത് പോകും. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, വിശ്വസിക്കുക. പറഞ്ഞ പോലെ കണ്ടവരുടെ കുടുംബത്തിലോട്ട് വന്ന് കയറിയിട്ട് അവരുടെ കോണ്ടന്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിൽ കുറച്ച് മസാല ആഡ് ചെയ്ത് തന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുത്ത് പറ്റിക്കുന്നത് ഇവരെ പോലുള്ളവരാണ് പറ്റിക്കുന്നത്. എന്ത് മസാലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾ മിസ്ലീഡ് ചെയ്തിട്ടുള്ള ഒരു തമ്പനലിനെ കുറിച്ച് അതിനകത്ത് വളരെ മാന്യമായ രീതിയിൽ വിമർശനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മസാല എന്നുള്ള സാധനം, എന്ത് മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടെ എവിടെയാണ് ഞാൻ മസാല ആഡ് ചെയ്തിട്ടുള്ളത്? ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് മസാല ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് മസാല? പൊടിപ്പും തുങ്ങും വെച്ച് ഇല്ലാതെ പറയുക. ആ പാടെ പറഞ്ഞിട്ടുള്ള കാര്യം അവരുടെ കമൻറ്റ് ബോക്സിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാര്യത്തിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊപ്പം അതിനകത്തൊരു പ്രൊമോഷണൽ വീഡിയോ ആണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അവരുടെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ്സ് അവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണ്. ഓക്കെ, അതിനെ മറ്റ് പല ഓൺലൈൻ മീഡിയാസും ഇവർ ഈ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നുള്ള രീതിയിലേക്കുള്ള കാര്യത്തിന് ഇവർ പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിച്ച് അവർ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഇത് പുള്ളിക്കാരി ചെയ്തത് എന്താ, നമ്മൾ ഒരുമിച്ചല്ല എന്ന് ഉദ്ദേശിച്ചതിൽ വിത്തിൻ 1 മിനിറ്റിൻ്റെ അകത്തുള്ള കോണ്ടന്റ് അകത്ത് തന്നെ പുള്ളിക്കാരി പറയുന്നത് എന്താണ് നമ്മൾ ഒരുമിച്ചല്ലാത്തതെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രശ്നം ഈ ഡെർമാക്കോ അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വിത്തിൻ 1 മിനിറ്റ് എന്നുള്ള സംഭവം കൊണ്ടാണ് ബ്രോ. ആ വിത്തിൻ 1 മിനിറ്റിൻ്റെ അകത്ത് ആ പുള്ളിക്കാരി സാഡ്നെസ്സും വിഷമത്തിലും സങ്കടത്തിലൊക്കെ നിന്നുകൊണ്ട് കാണിക്കുന്ന ഒരു കാര്യം. എനിവേ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല, സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിനിടയിൽ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ എടുത്തിരുന്നത്. ഓക്കെ, അതിലെനിക്കൊന്നും പറയാനില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഒരു പ്രസന്റ് ചെയ്ത ഒരു രീതിയാണ് എന്റെ മാത്രമല്ല ഞാൻ കാര്യം ചോട്ടെ, ഈ മറ്റേ ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ചേർത്ത് വിൽക്കുന്നതാണോ ജോലി, അല്ലെങ്കിൽ മാന്യമായിട്ട് ഒരു മാന്യമായ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതിന്റെ ആഡ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണോ സത്യം പറഞ്ഞത്? ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഈ ഇന്റഗ്രേഷൻ ചെയ്തുകൊണ്ട് ഓരോ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അത് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ഇന്നും കൺസ്യൂമർ കോർട്ടുകളിലും ഈ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറകിലും ഒക്കെ പോയി ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അവരെല്ലാം കൈമലർത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു വിസ തട്ടിപ്പ്. ഓക്കെ, ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ നിന്ന് പൈസയും വാങ്ങിച്ച് പറ്റിച്ചിട്ട് അങ്ങനെയുള്ളൊരു പരിപാടി ഈ റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്ന നാട്ടിലാണ് ബ്രോ. ചിലപ്പോൾ ആൾക്കാരുടെ അടുത്തൊക്കെ ചില ഇതൊക്കെ വരും. അവരുടെ കമ്മിറ്റ്മെന്റ്സ് നമ്മളെ കാണുന്ന ആൾക്കാരും കൂടെ ആണല്ലോ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അല്ലാതെ നിങ്ങളെ വീഡിയോ കാണാൻ പ്രത്യേക ആൾക്കാർ, നമ്മളെ വീഡിയോ കാണാൻ പ്രത്യേക ആൾക്കാരൊന്നും ഇല്ലല്ലോ. ശരിയാണ്, മാന്യമായ ഒരു പ്രോഡക്റ്റ് അത് തന്നെ ജോലിയില്ലേ, അതിനെ പിടിച്ചോണ്ട് പോയി അപ്പുറത്ത് അതാണ് വരുമാനം. ശരിയാണ്, അതിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവരുടെ ജീവിതം വിറ്റ് അല്ല പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതം എവിടെ വിറ്റു? എവിടെ വിറ്റ? നിങ്ങളാണോ ഞാനാണോ നിങ്ങളുടെ ജീവിതം വിറ്റത്? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യം നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ആക്കിയതിനെ അവിടെ ഞാനാണോ നിങ്ങളുടെ ജീവിതത്തിനെ വിറ്റത്? ഇത് കാണുന്നവർ മറുപടി പറയട്ടെ. ഞാനിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ചേട്ടൻ ഒരു ദിവസം 3-4 കോണ്ടന്റ് ചെയ്യാറുണ്ടായത് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചേട്ടൻ റിയാക്ട് ചെയ്യും. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഇന്നും കണ്ടന്റാണ്, നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടൊക്കെയല്ലേ നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട്. അപ്പോൾ ചേട്ടൻ ഇന്നും കണ്ടന്റാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് കുട്ടി. നിങ്ങളത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നു പറഞ്ഞാൽ നല്ല കാര്യം, വളരെ നല്ല കാര്യം, സ്വന്തം കാര്യം നോക്കി പോകുന്നു. ബട്ട് നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുട്ടി, നമ്മുടെ എറണാകുളത്ത് ഒരു കുട്ടി സ്വന്തം വീട്ടിൻ്റെ 26ാമത്തെ നിലയിലെ മേളിൽ 22ാമത്തെ നിലയിലെ മേളിൽ നിന്ന് മിഹിർ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എലിസബത്ത് ബാല എന്ന് പറയുന്ന ആ വിഷയം, അമൃത എന്നുള്ള വിഷയത്തിൻ്റെ അകത്ത് ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടണം, മറ്റുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തരം വീഡിയോസും ചെയ്യാറുണ്ട്. ഓക്കെ, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും ലൈഫിൻ്റെ അകത്ത് കടന്നു കയറി പോയിട്ട് ഒരു കാര്യം ഇല്ല കഥ പറഞ്ഞിട്ടില്ല. റീസെൻ്റ്ലി തന്നെ ഒരു ഫാമിലി ഇഷ്യൂസൊക്കെ ചില ആൾക്കാരുടെ വന്നത് പോലും അവർ എന്നോട് നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ പോലും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊന്ന് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാരല്ല, ഉള്ള ഇഷ്യൂസ് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഇനി എപ്പോട്ടെ, സാരല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കണ്ടായിരുന്നു കമൻസൊക്കെ എനിക്കുണ്ട്. അതായത് പ്രാഗാണ് വന്നിട്ട് നിങ്ങൾ നശിച്ചു പോട്ടെ, നിങ്ങൾ ഡിവോഴ്സ് ആയി പോട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, 7-8 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല എൻ്റെ അറിവിൽ നമ്മൾ ഈ പറഞ്ഞ പിരിഞ്ഞു. നിങ്ങൾ അങ്ങനെയൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാൻ ഇന്ന് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല, ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് തുടക്കത്തിലേ പറഞ്ഞു ആരും അവരെ പോയി സൈബർ ബുള്ളിങ് ചെയ്യരുത്, ഒരു മോശമായിട്ടുള്ള വാക്ക് പറയരുത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. ഒന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അതൊരു ബോണ്ടായിട്ട് അവിടെ കിടന്നു. നിങ്ങൾ ഈ വന്ന് പ്രാകുന്നതൊക്കെ നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലെന്ന് അറിയാം. അതായത് മൊത്തം കാര്യം എന്താണെന്ന് പോലും കേൾക്കാതെ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാൻ. അതിൽ ചിലർ എടുത്ത് പറയുന്നുണ്ട് മൂപ്പന്റെ ബ്ലോഗ് കണ്ടിട്ട് വന്നതാണ് അതുകൊണ്ട് തെറി വിളിക്കുകയാണെന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട്. അതുപോലെ മൂപ്പന്റെ ഈ പറഞ്ഞ വീഡിയോ അടിയിൽ വരുന്ന കമന്റ്സ് കാണും. വളരെ അരോചകമായിട്ടുള്ള കമന്റ്സിന് പോലും ഈ പറയുന്ന വ്യക്തി, മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി പോയിട്ട് തിരിച്ച് റിയാക്ഷനും ബാക്കി കാര്യങ്ങളും ചിരിക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇത് ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു. കാരണം ഈ അരോചകമായിട്ടുള്ള കമന്റുകൾ എന്ന് പറയുന്ന സാധനം, ആ അരോചകമായിട്ടുള്ള കമന്റുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കമന്റ് ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ ഈ പറഞ്ഞ എല്ലാ കമന്റും ലൈക്ക് കൊടുത്ത് ഞാൻ കണ്ടു ബ്രോ. നിങ്ങൾ തന്നെ ലൈക്ക് കൊടുത്തിട്ടേക്കുന്നത് അത് റിയാക്ഷൻ അല്ലേ? നിങ്ങൾ കൊടുത്ത റിയാക്ഷൻ അല്ലേ? ഞാൻ അവിടെ കൊടുക്കുന്ന ചില സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ ആരെങ്കിലും മോശമായിട്ടോ നിങ്ങളെ നശിച്ചു പോകണോ എന്നുള്ള ഏതെങ്കിലും കമന്റിന് ഞാൻ അങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു സംഭവം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? വളരെ അരോചകമായിട്ടുള്ള കമന്റുകൾക്ക് പോലും ഈ പറഞ്ഞ ഒന്നടങ്കം മൊത്തം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ പറയുന്ന കമന്റ്സിന് പോലും ഈ പറയുന്ന മൂപ്പൻ പോയിട്ട് ഇത് ചെയ്യണം, എന്താ പറയാ, തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. അത് ശരിയാണ്. നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാളങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് ഒരാളെ എറിഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് എപ്പോഴും ബെസ്റ്റിൽ ഞാൻ പറയുന്നു. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായി പറഞ്ഞു ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള എവിടെയാണോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതിനകത്ത് എവിടെയെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം, പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. പുള്ളിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, പുള്ളി 1,52,000. കഴിഞ്ഞ 4 വീഡിയോ പുള്ളി വലിയ റീച്ച് ഒന്നുമില്ല. പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയാണ് നമ്മളെ വിറ്റതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 21K 94K അതൊക്കെ അതിനിടെ കൂടെ പുള്ളി എന്തായാലും 157K വ്യൂസ് ഉണ്ടായിരുന്നു. അതെ, അല്ല കഴിഞ്ഞ ഒരു 5-6 അടുത്ത് നോക്കുകയാണെങ്കിൽ അതിനിടയിൽ പുള്ളി ഒരു 157K വ്യൂസ് പുള്ളി കിട്ടിയിട്ടുണ്ട്. സന്തോഷമുള്ളൂ. എനിക്ക് ഞാൻ ഇതിനോട് പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഈ സബ്സ്ക്രൈബേഴ്സ് 27K അപ്പോൾ എൻ്റെ വീഡിയോയുടെ ബാക്കിയുള്ള വ്യൂസ് ഒക്കെ ഇവിടെ പോയി. പുള്ളി എൻ്റെ ചാനൽ തന്നെയാണ് നോക്കിയിട്ട് പറയുന്നത്. ഇപ്പോൾ മൂപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുക. ഇതിൽ ആരാണ് വിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞാൽ ആരാണ് വിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു കോണ്ടന്റ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി അതിൽ അയാളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് മാക്സിമം കേറ്റ് കുത്തി നിറച്ച് ഒരു ബന്ധമില്ല, പേര് പോലും ശരിക്കും പറയാം, ശ്രീവിദ്യ മുല്ലശ്ശേരി പോലും നേരെ പറയാതെ ശ്രീദേവി എന്ന് പറഞ്ഞ് ധർമ്മക്കും എന്താണെന്ന് പോലും അറിയാതെ അതിനെപ്പറ്റി അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് കാരണം കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുണ്ടാകും. നിങ്ങളെ വിളിച്ച് പറയുന്നവരാണോ നിങ്ങളെ പറ്റിക്കുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതുവരെ ഇതിനേക്കാളും ലോ ആയിട്ട് കിടന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നന്ദു ഇത് പറഞ്ഞതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ 30,000 വ്യൂസ് വരുന്നത് ആ ടൈമിൽ പോലും ഈ പറയുന്ന ശ്രീവിദ്യ നിങ്ങളുടെ അടുത്തോട്ട് ഒരിക്കൽ പോലും മാനിപ്പുലേറ്റീവ് ഒരു കണ്ടന്റായിട്ട് വരികയോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തുകയോ മിസ്ലീഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതേപോലെ ഇതും ആ ഉദ്ദേശത്തിൽ ചെയ്തതല്ല. അത് നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെയും കൂടെ ഞാനും കൂടെ ഓക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ആ വീഡിയോ ഇട്ടത്. നിങ്ങൾ ആരെങ്കിലും അത് മാനസികമായിട്ടോ നിങ്ങളെ പറ്റിക്കുന്നത് പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ല, ഇത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റില്ല, ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെന്നുള്ള ചോദ്യം തന്നെ എങ്കിൽ പിന്നെ അസ്ഥാനത്തുള്ള ചോദ്യമല്ലേ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് ചീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ വളരെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആരോട് ക്ഷമ ചോദിക്കണം? ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ വായിച്ചു തരാം. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അടിയിൽ പോയി കമന്റ് ചെയ്ത് ഞാൻ കണ്ടു ഈ ഡിലീറ്റ് ചെയ്യുന്ന കമന്റിനെ കുറിച്ച് പറഞ്ഞു. ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ട കാര്യത്തിനെ കുറിച്ച് എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടു. നിങ്ങളുടെ കമന്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ട് കണ്ടു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം എലിസബത്തിന്റെ ബാലയുടെ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ അകത്ത് താഴെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ഇട്ടിരുന്ന ചില ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു. ആ കമന്റ്സും അവിടെ കാണാനില്ലായിരുന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസി എന്ന് പറഞ്ഞ സാധനം ചുമ്മാ വെച്ചേക്കുന്നല്ല യൂട്യൂബ്. ചില കമന്റുകളൊക്കെ സ്പാമായിട്ട് ഓട്ടോമാറ്റിക്കലി പോകും. അതിൽ ഞാൻ എന്ത് പിഴച്ചു? അതിനകത്ത് 100 കണക്കിന് കമന്റ് കിടപ്പുണ്ട്. അതിനകത്ത് എന്നെ കുറ്റം പറയുന്ന കമന്റ് അടക്കം അവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ ചിലതിനൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്ന ഒരു ചോദ്യം വരെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നിങ്ങളുടെ കമന്റ് ഞാൻ റിമൂവ് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യണ സ്വഭാവം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഈ പുള്ളി എന്നോട് സംസാരിച്ചതിനകത്ത് ഞാൻ വ്യക്തമായ മറുപടി തരാം എന്ന് പറഞ്ഞ കമന്റിൻ്റെ അകത്ത് ഇവിടെ ഞാനൊരു കമന്റ് ഇതിനിടയ്ക്ക് ഒരു കമന്റ് ഉണ്ട്, എൻ്റെ ഒരു കമന്റ്. ആ കമന്റ് കാണാനുമില്ല. ഓക്കെ, എൻ്റെ മുഖം എനിക്ക് കാണാനും പറ്റുന്നില്ല. ഓക്കെ, ഇനി എന്ത് പ്രശ്നമുണ്ട്? ഓക്കെ, അത് നെഗറ്റീവ്സ് മാത്രം മതി പുള്ളിക്കുന്ന രീതിയിൽ. സോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റാണ്. ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവരിവൺ ഹു ആർ യൂസിങ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവരി റിയാക്ഷൻ. അതിൻ്റെ ഇടയിൽ എൻ്റെ കമന്റ് ഡിലീറ്റ് ചെയ്ത് മോശമായി. സോ ഇവിടെ എൻ്റെ കമന്റ് കാണുന്നില്ല. 2 കമന്റ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ആ കമന്റ് കാണുന്നില്ല. Videos are doing same thing, misleading captions. What is the difference? അത് ഞാൻ എനിക്കും ചോദിക്കാനുള്ളത്. ഇതിനെ കമന്റ് ചെയ്യുന്ന ബോബിത സി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് എടുത്തോണ്ട് വരുന്നു. എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് മൈൻഡ് യുവർ വേർഡ്സ് ബ്രോ, മൈൻഡ് യുവർ വേർഡ്സ്. പാരസൈറ്റ്സോ? ഈ അമൃതയുടെ വിഷയം ആണെങ്കിൽ പോലും, എലിസബത്തിന്റെ വിഷയമാണെങ്കിൽ പോലും, ഈ സോഷ്യൽ ഇഷ്യൂസിൻ്റെ അകത്ത് പല കാര്യങ്ങളിലും വളരെയധികം നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും പല ഇഷ്യൂസിൻ്റെ അകത്തും ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ച് കിടക്കുന്ന കണ്ടന്റുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത്രമാത്രം ഉണ്ട്. നമുക്കും സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ കണക്കിന് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി പോകുന്ന നല്ല കാര്യം. പക്ഷേ നമ്മളെപ്പോലുള്ള ഈ യൂട്യൂബിൻ്റെ അകത്ത് ഈ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വെറും ഊളന്മാരാണെന്ന് മാത്രം വിചാരിക്കരുത്. പാരസൈറ്റ്സ് അല്ലേ? ഇവിടെ റിയൽ പാരസൈറ്റ്സ് ആരാ?
സ്വന്തം കസ്റ്റമേഴ്സിന് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് തോന്നിയ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു എമൗണ്ട് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ കൊണ്ട് അവരെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആ പരിപാടി. നമ്മുടെ മുമ്പിലേക്ക് ശരി തെറ്റുള്ള തോന്നുന്ന കാര്യം ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളെ വിമർശിച്ചു, നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വിമർശിക്കാം, ഒരു കുഴപ്പമൊന്നും ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇജാതി വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഇതിനുള്ള മറുപടി ഇതേ രീതി തിരിച്ച് തരാൻ അറിയാത്ത ഒരാളുമല്ല ഞാൻ, അങ്ങനെ മറുപടി കൊടുക്കാത്ത ഒരിക്കലും ഉള്ള ഒരാളല്ല ഞാൻ, വ്യക്തമായ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ബട്ട് ഈ തരത്തിലേക്ക് പോകാൻ തൽക്കാലം താല്പര്യമില്ല. കാരണം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് പോലും നിങ്ങളടുത്ത് നിങ്ങൾ ചെയ്ത തമ്പനയിലിന്റെ കാര്യത്തിനെ കുറിച്ച്, നിങ്ങളിട്ട വീഡിയോയെക്കുറിച്ചും അവർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും കൂടുതലൊന്നും ഞാൻ സംസാരിക്കാനില്ല. സോ നിങ്ങളെ തന്നെ ന്യായീകരിച്ച് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോകാൻ എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല. അപ്പോൾ പുള്ളി തപ്പി ഇരുന്നപ്പോൾ കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇന്നത്തെ എന്റെ ജീവിതത്തിനുള്ള ഇന്നത്തെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ ഇന്ന് ഇവിടെ കൂടാ എന്ന് പറഞ്ഞ് പുള്ളിയായിരിക്കാം മേ ബി. ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും നോക്കി ഈ ബാക്കി പറയുന്ന ലൈഫ് ഓഫ് അനന്ത് ബാക്കിയുള്ളവരൊന്നും ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ വീണ്ടും അത് പറഞ്ഞ അവർക്ക് വീണ്ടും അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അതിലൂടെ അവർക്ക് കുറച്ച് വ്യൂസ് കിട്ടും. എനിക്ക് ഈ ലൈഫ് ഓഫ് അനന്ത് 10,000 വ്യൂസ് ആയെന്ന് തോന്നുന്നു. ഇന്നത്തേക്കുള്ളത് പുള്ളിക്കായിട്ടുണ്ടാവും. നമുക്ക് ഇത്രയും ഹേറ്റ് മതി. അതായത് ലൈഫ് ഓഫ് അനന്തു ആണെങ്കിലും ബാക്കിയുള്ള ഇവരെ റിയാക്ട് ചെയ്ത എല്ലാ ആൾക്കാരാണെങ്കിലും ഇവരുടെ ഇത് കാരണമാണ് അവർ ജീവിച്ചു പോവുക. ഇനി ഈ പറഞ്ഞ കണക്കിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ചാനൽ കാണണം, ഇവരെ വീഡിയോ റിയാക്ട് ചെയ്യണം. ഇവരൊക്കെ ആരെങ്കിലും ഇത് ഇതിന് മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തൊന്നുമില്ല, എനിക്ക് തോന്നുന്നുകൂടിയില്ല. ആകപ്പാടെ ഇന്നലെ ഈ വിഷയം ഞാൻ വൈകി ഞാൻ അറിയുന്നു, ഞാൻ ചെയ്യുന്നു, അതിനുശേഷം പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ കണ്ടുകൊണ്ട് കുത്തിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എനിക്കറിയില്ല. നെഗറ്റിവിറ്റീസ് താങ്ങാൻ എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഒരു ദിവസം താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിന്റെ പിറകെ എത്ര എന്നെ കുറിച്ച് എന്ത് കോണ്ടന്റ് കൊണ്ടുവന്നാലും ഈ ഒരു വിഷയത്തിന്റെ പുറകെ ഞാൻ ഇനി റിയാക്ട് ചെയ്യില്ല. 100% വരുന്നു. അതിന് ഏറ്റവും വലിയ മാനിപ്പുലേഷൻ മര്യാദയ്ക്ക് ഇരുന്ന ഞാൻ ഇപ്പം പറയുന്നത് 88,000 വ്യൂസ് ആയിട്ടുള്ളൂ നിനക്ക്. അതായത് ഒന്നുമില്ല, സൈഡിൽ ഇരുന്നതിനെ കുത്തി തോണ്ടി അപ്പൂപ്പൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന ചങ്ങായി എടുത്തുകൊണ്ട് വരുന്നു. അതിനെ താങ്ങി പിടിച്ച് ലൈഫ് ഓഫ് അനന്ത് വരുന്നു, അതുൽ ബ്ലോഗ്സ് വരുന്നു. അമ്മൂപ്പൻ സോറി നേരത്തെ ഞാൻ പുള്ളിക്കാരിയുടെ പേര് മാറിപ്പോയി എന്ന് പറഞ്ഞ അതേ പുള്ളി തന്നെ എൻ്റെ പേര് ഇപ്പോൾ മാറ്റി പറഞ്ഞു. സോ കുഴപ്പമില്ല ബ്രോ, അത് സ്വാഭാവികമായിട്ട് നാവുപിഴ സംഭവിക്കും. എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. നിങ്ങൾ മോശമായിട്ടല്ല പറഞ്ഞു. അപ്പൂപ്പൻ എന്ന് പറയുന്നതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഡോൺ വറി. അതിന്റെ കൂട്ടത്തിൽ ലൈഫ് ഓഫ് അനന്ത് വരുന്നു, ഇത് വരുന്നു. എനിവേ ഇത് നമുക്ക് ഇനി കുറെ ഭയങ്കര നീളമുള്ള വീഡിയോ. ഇപ്പൊ തന്നെ ഞാൻ 10-40 മിനിറ്റായി വീഡിയോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഥവാ നമ്മുടെ എനിക്ക് പേര് കറക്റ്റായിട്ട് ശ്രീവിദ്യ മുല്ലശ്ശേരിയോടും നന്ദു, അദ്ദേഹത്തിന് നന്ദു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, റിയൽ നെയിം അതാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ നാട്ടുകാരനോട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ മാത്രമല്ല, ഇനി നിങ്ങളെ എന്നുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്ത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അന്നും വീഡിയോ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതേപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ജസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ അന്നും നോക്കും. കാരണം കഴിയുന്നതാണെങ്കിൽ ചെയ്യും, കഴിയാത്തതാണെങ്കിൽ അതത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഞാനടക്കമുള്ള പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആരെയൊക്കെയാണ് സോഷ്യലി ഒരു റിലവൻറ്റും അല്ലാത്തൊക്കെ ചുമ്മാ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിനെ വിമർശിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒരു റിയാക്ഷൻ ചാനൽ തന്നെ തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? എന്തായിരുന്നാലും നന്നായിരിക്കട്ടെ. ഞാൻ ഇത്രയും നേരം വളരെ ആരോഗ്യപരമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. ആ വീഡിയോസിൻ്റെ അകത്തും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ബട്ട് എനിക്ക് അവസാനം ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്ത പ്രോഡക്റ്റിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ആ പ്രോഡക്റ്റ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിനെക്കുറിച്ചൊരു ചെയിൻ പോലത്തെ വീഡിയോ ഇല്ലയെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ അടുത്തുനിന്നുള്ള വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആവശ്യം എനിക്കും വരുന്നില്ല. സോ എന്തായിരുന്നാലും മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല എങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. അല്ല എങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. ഈ പുള്ളി പറഞ്ഞ പോലെ പാരസൈറ്റ് വീഡിയോസ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ദിവസവും പല തരത്തിലുള്ള കോണ്ടന്റുകൾ ടോപ്പിക്കുകളായിട്ട് ആൾക്കാർ തന്നെ സജസ്റ്റ് ചെയ്യും. നമ്മുടെ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇൻബോക്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും മണി എന്നുള്ളൊരു ഒറ്റ മാറ്ററിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൾക്കാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ചെറുതായിട്ട് ചെയ്യുന്നു. അതിലൂടെ ടേക്കപ്പ് ചെയ്ത പല വിഷയത്തിനും ജസ്റ്റിസ് കിട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വെറുതെ വന്നിരുന്ന് വായ്ത്താളം വിട്ടിട്ട് പോകുന്നതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവസാനം പറഞ്ഞു നിർത്തുന്നു. നിങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ദേഷ്യമില്ല. എങ്ങാനും എൻ്റെ വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഒരിക്കലും ഞാൻ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനോ ഹേറ്റ് ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല. അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞ ടൈറ്റിൽ തമ്മിൽ മറ്റേ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ സ്റ്റഡി ചെയ്യാതെ നിങ്ങൾ ആ വീഡിയോ പ്ലേ പോലും ചെയ്യാതാണ് നിങ്ങൾ വന്ന് സംസാരിച്ചത്. രേണു സ്തുതിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എനിവേ ഇത്രേ പറയാനുള്ളൂ. ഇത്രയല്ല, വളരെ നീണ്ട വീഡിയോ ആയിപ്പോയി. സോ ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത് ഗൈസ്.